നെസ്കോ എഴുന്നേറ്റ് നെസ്കോ എന്ത് പറ്റി നെസ്കോ എന്ന് ടാഞ്ചറോ ചോദിക്കുന്നു. നെസ്കോ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ ടാഞ്ചറോ തൻ്റെ വീടിൻ്റെ അകത്തോട്ട് നോക്കുന്ന സമയത്താണ് തൻ്റെ അമ്മയും തൻ്റെ അനിയനും തൻ്റെ അനിയത്തിയും ചോരയിൽ കുളിച്ചുകൊണ്ട് അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നും അറിയാതെ ടാഞ്ചറോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ അനിയത്തിയായിട്ടുള്ള നിസ്കോയുടെ വിരൽ നൈസായിട്ട് അനങ്ങുന്നത് കാണുന്നത്. ഇത് കണ്ട് ടാഞ്ചറോ നിസ്കോക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നിസ്കോനെയും പൊക്കി പിടിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ടൗണിലാണ് ഹോസ്പിറ്റൽ ഉള്ളത്. അങ്ങോട്ട് നിസ്കോനെയും പിടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് നമ്മൾ മൂവിയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ നിസ്കോനെ കൊണ്ടുപോകുന്ന സമയത്ത് ടാഞ്ചറോ പറയുന്നു, നിസ്കോ നിന്നെ ഞാൻ ഒരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കില്ല. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. നിസ്കോ എന്നെ വിട്ടു പോവില്ല നിസ്കോ, തീർച്ചയായിട്ടും നിന്നെ രക്ഷിക്കും നിസ്കോ എന്നും പറഞ്ഞുകൊണ്ട് ടാഞ്ചറോ ഓടുവാണ്. ഇത് സമയത്ത് നിസ്കോന് ജീവൻ വരുവാണ്. നിസ്കോ ഒരു ഡീമണായിട്ട് മാറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നിസ്കോയുടെ പല്ലൊക്കെ ഡീമൺസിനെ പോലെ ആയിട്ടുണ്ട്. അവളുടെ കണ്ണും ഡീമൺസിനെ പോലെ ആയിട്ടുണ്ട്. ടാഞ്ചറോനെ ആക്രമിക്കാൻ വേണ്ടി നിസ്കോ ശ്രമിക്കുന്നു. ഇതേ സമയം അവർ ആ മലഞ്ചെരുവിൽ നിന്നും താഴോട്ട് വീഴുന്ന ടാഞ്ചറോ വീഴുന്നത് ഒരു മഞ്ഞിലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഒന്നും തന്നെ പറ്റുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ അനിയത്തിയായിട്ടുള്ള നിസ്കോ എവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് അതാ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഡീമണായിട്ട് മാറാൻ വേണ്ടി നിൽക്കുന്ന നിസ്കോനെ കാണുവാണ്. നിസ്കോ എന്ന് പറഞ്ഞ് നിസ്കോയുടെ എടുത്തോട്ട് വരുവാണ് ടാഞ്ചറോ എടുത്തു വന്ന് നോക്കുന്ന സമയത്താണ് കാണുന്നത് നിസ്കോ ഒരു ഡീമണായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഡീമണായ നിസ്കോ ടാഞ്ചറോയെ കടിക്കാൻ വേണ്ടി ടാഞ്ചറോന്റെ അടുത്തോട്ട് ചാടുന്നു. ടാഞ്ചറോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാൾ ഉപയോഗിച്ച് ആ കടിയിൽ നിന്നും തടയുവാണ്. ഇതേ സമയം തന്നെ ടാഞ്ചറോ മനസ്സിൽ പറയുന്നു, ഏയ് നിസ്കോ, നീയല്ല നമ്മുടെ കുടുംബത്തെ കൊന്നതെന്ന് എനിക്കറിയാം. കാരണം നിനക്കതിന് സാധിക്കില്ല. നീ ഒരിക്കലും ഒരു ഡീമൺ ആയിരുന്നില്ലല്ലോ. നീ ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വന്നു നോക്കുന്ന സമയത്ത് നീ നമ്മുടെ കൊച്ചുകുട്ടിയെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. മാത്രമല്ല എനിക്ക് അവിടെ വേറൊരു സ്മെല്ല് കൂടി കിട്ടിയിരുന്നു. അതാണ് യഥാർത്ഥ ഡീമണിൻ്റെ സ്മെല്ല്. എനിക്ക് മനസ്സിലാവും നിന്നെ ഇങ്ങനെ ആക്കിയവനെ തീർച്ചയായിട്ടും ഞാൻ കൊന്നുകളയും. നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ആക്കിയവനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. നിന്നെ ഞാൻ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാഞ്ചറോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിസ്കോയും കരയുന്നുണ്ട്. നിസ്കോനോട് പറയുന്നു, എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ നിന്നെ രക്ഷിക്കും. നിസ്കോ, നീ ഒരിക്കലും പേടിക്കേണ്ട. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞ് ടാഞ്ചറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് അങ്ങോട്ടൊരു ഡീമൺ സ്ലെയർ വരുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കട്ടാര ഉപയോഗിച്ച് ടാഞ്ചറോയുടെ അന്യത്തായിട്ടുള്ള നിസ്കോയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ടാഞ്ചറോ നിസ്കോയെ അതിൽ നിന്നും രക്ഷിക്കുകയാണ്. ടാഞ്ചറോയുടെ തലയിലെ മുടി മാത്രം നൈസായിട്ടൊന്നും മുറിഞ്ഞു പോകുന്നു. എഴുന്നേറ്റ് നിന്ന ടാഞ്ചറോ ഇവൻ ആരാ, എവിടുന്ന് വന്നു, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ടാരയിലോട്ട് നോക്കുന്നു. അതിൽ ഡീമൺ സ്ലെയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ടാഞ്ചറോക്ക് മനസ്സിലാവുകയാണ്